ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാഗിണി വീണ്ടും നിവിനോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യത്തോടെ റൂമിൻ്റെ ഡോർ കൊട്ടിയടയ്ക്കുകയാണ്. നിവിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും രാഗിണി അവനോടായി, നിവിനോട് പറഞ്ഞേക്ക് ഞാൻ അങ്ങനെയൊന്നും വിട്ടുപോകാൻ പോകുന്നില്ലെന്ന് എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൻ്റെ ഫ്രണ്ട് നിവിൻ്റെ അരികിലേക്ക് ചെന്ന്, ഡാ ആ വന്നിട്ട് പോയത് നിന്റെ അമ്മാവൻ്റെ മോളല്ലേ? നീ പറഞ്ഞ പോലെയൊന്നും അല്ലല്ലോ അവളെ കണ്ടിട്ട്. ശരിക്കും നിന്നോട് പ്രേമമാണെന്ന് തോന്നുന്നല്ലോ. നീ ദേഷ്യപ്പെടുമ്പോൾ അവൾ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും കണ്ടില്ലേ നീ എന്നവൻ ചോദിക്കേ. ഓ എൻ്റെ പൊന്നു ബ്രോ, നീ അതൊക്കെ വിശ്വസിച്ചോ? എടാ ഇതൊക്കെ അവളുടെ അടവാണ്. കാലവർഷ മേഘം മാറുന്നത് പോലെ അവളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഇതിനു മുന്നേ വിളിച്ചപ്പോഴേ അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്താണെന്നറിയോ? ഞാൻ ഇവിടെ കാവേരി അന്വേഷിച്ച് നടക്കണമെന്ന് അവൾ അമ്മയോട് പറയുമെന്ന്. ആ സങ്കടത്തിൽ എൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്യുമെന്ന് എന്നിവൻ പറയേ. പക്ഷേ ബ്രോ, കാവേരി എന്നവൻ്റെ ഫ്രണ്ട് ചോദിക്കുക, നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. കാവേരി എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നല്ലേ? അതല്ല സത്യം. അത് കാവേരി പറഞ്ഞത് കള്ളമാ. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രണയം തുറന്നു പറയാൻ ഞാൻ അല്പം വൈകി. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉപേക്ഷിച്ച് കാവേരി അനിയത്തിയുടെ ഓപ്പറേഷന് വേണ്ടി തിരുവനന്തപുരത്ത് വരുന്നു. അന്നേ ദിവസം രാഗിണിയുമായിട്ടുള്ള എൻ്റെ കല്യാണം. സെൻസിബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ സമയത്ത് എന്താ ചെയ്യുക? ഇനിയും പിറക്കാതെ പോയൊരു പ്രണയത്തിന് മനസ്സിൽ ശവകുടീരം ഒരുക്കണ്ടെന്ന് കരുതും. അത്രയേ കാവേരിയും ചെയ്തിട്ടുള്ളൂ എന്നവൻ ടെൻഷനോടെ പറയേ. കാവേരി ഇനിയും യെസ് പറയുമെന്നാണോ എന്റെ വിശ്വാസമെന്ന് അവന്റെ ഫ്രണ്ടും ചോദിക്കുക. 100% പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയല്ലോ. രാഗിണിയും ഞാനുമായിട്ടുള്ള കല്യാണം നടന്നിട്ടില്ലെന്ന് അവളെ അറിയിക്കുക ആദ്യം വേണ്ടത് എന്നവൻ പറയുന്നവൾക്ക്, കാവേരിയെ നീ അപ്പോൾ വിളിച്ചില്ലേ എന്നവന്റെ ഫ്രണ്ടും ചോദിക്കുക. എടാ അപ്പോഴല്ലേ രാഗിണിയുടെ എൻട്രി. അവളുടെ സംസാരം കാവേരി കേട്ടിട്ടുണ്ടെന്ന് ഉറപ്പാ. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞെന്ന് കാവേരി ഒന്നുകൂടി അങ്ങ് ഉറപ്പിച്ചു. ഇപ്പോഴേ കോളും കട്ട് ചെയ്ത് ഈ നമ്പരും അങ്ങ് ബ്ലോക്ക് ചെയ്തു. എടാ ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല ശ്രീ. കാവേരി എന്നെ പറ്റി എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നവൻ സങ്കടത്തോടെ പറയേ. നിറഞ്ഞു വന്ന തന്റെ കണ്ണുകൾ തുടയ്ക്കുകയാണ് കാവേരി. രാത്രി റൂമിൽ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴാണ് വിനീത് നിവിനെ കണ്ട കാര്യം ഗംഗയോട് പറയുന്നത്. അത് കേട്ട് ഗംഗയും, നിവിനോ? ദേ വിനീതേട്ടാ, നിവിനെ എങ്ങാനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ വിനീതേട്ടനെ ഞാൻ ഇറക്കി വിട്ടേനെ എന്ന് പറയുന്നത്. പറഞ്ഞില്ലേ ഗംഗെ, ഞാൻ അവനെ ഒഴിവാക്കി വിട്ടെന്ന് എന്ന് വിനീതും പറയുന്നുണ്ട്. അവനും രാഗിണിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ അവൻ എന്തിനാ കാവേരി അന്വേഷിച്ച് നടക്കുന്നേ എന്ന് ഗംഗ ചോദിക്കേ. എനിക്കറിയില്ല ഗംഗ എന്ന് വിനീതും. എന്ന് എനിക്കറിയാം, അവനൊരു ഞരമ്പ് രോഗിയാ. ഒരു പെണ്ണൊന്നും പോരാതെ വരും അവന്. ഇവനൊക്കെ എങ്ങനെ വിനീതേട്ടന്റെ ഫ്രണ്ടായെന്നാ എനിക്ക് മനസ്സിലാവാത്തെ എന്ന് ഗംഗ ചോദിക്കേ. ഗംഗെ, നിവിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിനീതും പറയുന്നുണ്ട്. അത് വിനീതേട്ടൻ എങ്ങനെ പറയാൻ പറ്റും? പെണ്ണുങ്ങൾക്കല്ലേ അത് തിരിച്ചറിയാൻ പറ്റൂ. വിനീതേട്ടാ, പറ്റിയ കാര്യങ്ങളൊക്കെ പറ്റി. പുഷ്പവാടിയിലെ അബദ്ധങ്ങളൊന്നും ഇനി ഇവിടെ ആവർത്തിക്കണ്ട. ആ നിവിനെ കണ്ട ഇനി സംസാരിക്കാനേ നിൽക്കണ്ട. വിനീതേട്ടനൊരു പാവായതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിനീതേട്ടന്റെ കണ്ണിൽ പൊടിയിടും. അരമനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തയ്യല് തരാന്നല്ലേ പൗലോസ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതുപോലെ ബുട്ടിക്ക് തുടങ്ങിയാലേ മറ്റു തയ്യലുകളും എടുക്കാം എന്ന് പറഞ്ഞവന്റെ കൈ ചേർത്ത് പിടിച്ച്, നമുക്ക് ഇവിടെ ഒരു പുതിയ തുടക്കമാവും വിനീതേട്ടാ. അടുത്തിടെയായിട്ട് കുറച്ച് പണമുണ്ടല്ലോ കയ്യിൽ. ചെക്ക് മാറി പണം അക്കൗണ്ടിൽ വന്നല്ലോ അല്ലേ എന്നവൾ ചോദിക്കുന്നുണ്ട്. ആ വന്നു എന്ന് വിനീതും. ജയപാലൻ ഇക്കാര്യത്തിലും ചതിക്കാൻ മടിക്കില്ല, അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. ഇപ്പൊ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ജയപാലൻ അച്ഛന്റെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്ത പണമല്ലേ നമ്മൾ വാങ്ങിച്ചെടുത്തത്. കാവേരി പറഞ്ഞതുപോലെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ടാണല്ലോ നിളയുടെ ഓപ്പറേഷൻ നടത്തുന്നത് എന്നവൾ ആശ്വാസത്തോടെ പറയേ. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവല്ലേ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അതെ, എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണമെന്നല്ലേ പുഷ്പവാടിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. എല്ലാം ഭംഗിയായിട്ടും നടന്നാൽ മതിയായിരുന്നു എന്ന് ബെഡിലേക്ക് കിടന്നുകൊണ്ട് ഗംഗ പറയുകയാ. വിനീതും കിടന്നുകൊണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഗംഗെ, പണമല്ലേ കയ്യിലുള്ളതെന്ന് ആശ്വാസത്തോടെ പറയുകയാ. ഒരു സത്യം പറഞ്ഞോട്ടെ വിനീതേട്ടാ എന്ന് ചിരിയോടെ ഗംഗ ചോദിക്കുന്നുണ്ട്. എന്താ എന്ന് വിനീത് ചോദിക്കേ. വിനീതേട്ടനെ കല്യാണം കഴിക്കുമ്പോഴും വിനീതേട്ടനെ ഒരു ഭർത്താവ് എന്ന നിലയിൽ സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നവൾ പറയേ. അതെനിക്കറിയായിരുന്നു. ഇപ്പോഴോ എന്നവൻ ചോദിക്കുന്നുണ്ട്. നിളയുടെ അസുഖത്തിന്റെ ഒരു പ്രശ്നം ഒഴിവാക്കിയാൽ ജീവിതത്തിൽ പുതിയ ചില പ്രതീക്ഷകളൊക്കെ തോന്നുന്നുണ്ട് വിനീതേട്ട. ആഗ്രഹിച്ച പോലൊക്കെ ജീവിക്കാൻ കഴിയുമെന്നൊരു തോന്നല് എന്ന് പറഞ്ഞവൾ സന്തോഷത്തോടെ വിനീതിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. വിനീതേട്ട കിടന്നുറങ്ങിക്കോ, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോവാനുള്ളതാ എന്ന് ഓർമ്മിപ്പിച്ചവൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും വിനീതും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായി കിടക്കുകയാ. പിറ്റേ ദിവസം നിളയെ ഹോസ്പിറ്റലിൽ കാണിക്കാനായി എത്തിയിരിക്കുകയാണ് ശാരദയും കാവേരിയും വിനീതും ഗംഗയുമെല്ലാം. അവളുടെ റിപ്പോർട്ട്സ് എല്ലാം നോക്കി ഇന്ന് അഡ്മിറ്റ് ആകാലല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുക. ആകാം ഡോക്ടർ എന്ന് കാവേരിയും. കേസ് ഹിസ്റ്ററി നോക്കിയതിൽ നിന്ന് ഭയപ്പെടാൻ ഒന്നുമില്ല. ഓപ്പറേഷൻ വൈകിക്കരുതെന്ന് മാത്രം. ഹൃദയ സംബന്ധമായ ഓപ്പറേഷന് ലോകത്ത് എവിടെയും കിട്ടാവുന്ന ഫെസിലിറ്റീസ് എല്ലാം ഇവിടെയുമുണ്ട്. ചില കേസുകളിൽ വിദേശത്തുള്ള എക്സ്പേർട്ട് ടീം വീഡിയോ കോൾ വഴി നമ്മളെ അസിസ്റ്റ് ചെയ്യാറുമുണ്ട്. എനി ഡൗട്ട് എന്ന് ഡോക്ടർ ചോദിക്കേ. എനിക്കൊരു ഡൗട്ടുണ്ട് ഡോക്ടർ അങ്കിൾ എന്ന് നിളയും. നിളമോള് പറഞ്ഞു എന്ന് ഡോക്ടറും.
ഒരുപാട് വേദന എടുക്കോ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോ എന്നവൾ ചോദിക്കുന്നവൾക്ക് ശാരദയ്ക്കും കൂട്ടർക്കും സങ്കടമാവുകയാണ്. അനസ്തേഷ്യ തന്നിട്ടല്ലേ മോളെ ഓപ്പറേഷൻ നടത്തുന്നത്, പിന്നെ പെയിൻ കില്ലേഴ്സും ഉണ്ടാവും. വേദനയും മോള് പേടിക്കേണ്ട. ആദ്യത്തെ ദിവസങ്ങളിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം മോള് നോക്കിയാൽ മതി. അഡ്വഞ്ചേഴ്സ് ഇഷ്ടമല്ലേ മോൾക്ക് എന്ന് ഡോക്ടർ ചോദിക്കേ. എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ എന്ന് അവളും ചോദിക്കുക. അർണോൾഡ് ഷാസിഗറിനെ പറ്റി കേട്ടിട്ടില്ലേ മോള്? ഇംഗ്ലീഷ് നടൻ എന്ന് ഡോക്ടർ ചോദിക്കേ. വില്യം മസിലിനെ ഇടിക്കുന്ന ആളല്ലേ എന്ന് നിലയും. ശ്വാസനഗറിന് ജന്മന ഹൃദ്രോഗം ഉണ്ടായിരുന്നുവെന്നും 2 തവണ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ മോള് വിശ്വസിക്കോ എന്ന് ഡോക്ടർ പറയുന്നവൾക്ക് അമ്പരപ്പോടെ സത്യം എന്ന് നിളയും. ഞാൻ എന്തിനാ മോളോട് നുണ പറയുന്നേ? ഇതൊക്കെ ഒരു അഡ്വഞ്ചറായി എടുത്താ മതി മോളെ. മോള് ബ്രേവ് ഗേൾ അല്ലേ. മോളെ പോലൊരു സ്കൂൾ കുട്ടിയായിരുന്നു വെടിയേൽക്കുമ്പോൾ യൂസഫ് സായ് മലാല. അത് കഴിഞ്ഞ് പല സർജറീസും നടത്തിയിട്ടുണ്ട്. 17 വയസ്സിൽ നൊബേൽ പ്രൈസും കിട്ടി. ഒരു കുഞ്ഞു സർജറിയല്ലേ, മോള് ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം എന്ന് ഡോക്ടർ അവളെ ആശ്വസിപ്പിക്കേ. എനിക്ക് പേടിയില്ല, അമ്മയ്ക്കാ പേടി എന്നവൾ പുഞ്ചിരിയോടെ അമ്മയെ നോക്കി പറയുകയാ. അമ്മയ്ക്കും കൂടി ധൈര്യം കൊടുക്കണം മോളെ കൊണ്ട് പറ്റില്ലേ എന്ന് ഡോക്ടർ ചോദിക്കേ. പറ്റുമെന്ന് നിളയും. അപ്പൊ ശരി എന്ന് ഡോക്ടർ പറയുന്നവർക്ക് എല്ലാവരും എഴുന്നേൽക്കുക. പോട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞ് നിള എഴുന്നേൽക്കുമ്പോഴേക്കും മോളെ ഞാൻ റൂമിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞവരെ പറഞ്ഞയക്കുകയാ ഡോക്ടറും. ഡോക്ടർ അപ്പോഴേക്കും ഒരു കോൾ ചെയ്ത് നിള അരവിന്ദൻ എന്ന കുട്ടിയുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അവിടെ വിസിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയായിരുന്ന കാവേരിയുടെയും കൂട്ടരുടെയും അരികിലേക്ക് ഒരു നഴ്സ് വന്ന് റിസപ്ഷനിൽ പേഷ്യന്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊടുത്ത് പണം അടയ്ക്കണം എന്ന് പറയെ. അടയ്ക്കാമെന്ന് കാവേരി സമ്മതിക്കുക. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോയാലോ എന്ന് നഴ്സ് പറയെ. പോവാമെന്ന് കാവേരിയും സമ്മതിക്കുക. റൂമിൽ TV ഉണ്ടോ ചേച്ചി എന്ന് നിള ചോദിക്കേ. വായെന്ന് വിളിച്ച് അവരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ആ നഴ്സ്. വിനീത് അപ്പോഴേക്കും റിസപ്ഷനിലേക്ക് ചെന്ന് ഫോം എല്ലാം ഫിൽ ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോഴേക്കും അഡ്മിഷൻ ഫീ ആയി ഒരു 10,000 രൂപ അടയ്ക്കണം സാർ എന്ന് ആ സ്ത്രീ പറയുന്നു. അടയ്ക്കാം, ഫോണിൽ നിന്ന് അടയ്ക്കാലോ അല്ലേ എന്ന് വിനീത് ചോദിക്കേ. എന്നവരും. വിനീത് തന്റെ മൊബൈൽ ഉപയോഗിച്ച് സ്കാനർ എല്ലാം സ്കാൻ ചെയ്ത് ക്യാഷ് സെൻഡ് ചെയ്യാൻ നോക്കുന്നേരം ക്യാഷ് പോകുന്നില്ലെന്ന് കണ്ട് വീണ്ടും സ്കാനർ സ്കാൻ ചെയ്ത് പണം അയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് സെൻഡ് ആവുന്നില്ല. ഇതെന്തു പറ്റി എന്ന് സംശയത്തോടെ പറഞ്ഞാൽ വീണ്ടും സ്കാനർ സ്കാൻ ചെയ്യുന്നുണ്ട്. വീണ്ടും സെൻഡ് ആവുന്നില്ലെന്ന് കണ്ട് അവൻ റേഞ്ച് തേടുമ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്ന് എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുന്നത്. പണം അയക്കാൻ പറ്റുന്നില്ല, ഇതിനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നെന്ന് വിനീതും. നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും സാർ എന്നാ പെൺകുട്ടി പറയെ. അറിയില്ലെന്ന് വിനീതും. ചിലപ്പോ UPIന്റെ കംപ്ലൈന്റ് ആയിരിക്കും സാർ. സാറിന്റെ കയ്യിൽ കാർഡില്ലേ എന്നവൾ ചോദിക്കേ. ഉണ്ട് എന്ന് പറഞ്ഞ് വിനീത് അതെടുത്തു കാണിക്കുക. സാർ ഈ കാർഡ് കൊടുത്താലും മതി എന്ന് പറഞ്ഞ് റിസപ്ഷനിൽ ഇരിക്കുന്ന അനീറ്റിയെ വിളിക്കുകയാണ് അവൾ. വിനീത് അവർക്ക് കാർഡ് എടുത്തു കൊടുക്കുമ്പോഴേക്കും അവര് ആ കാർഡ് വാങ്ങി സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് വിനീത് താങ്ക്സ് പറയുകയാ. ഇറ്റ്സ് ഓക്കെ, ഞാൻ ജിനി, ഇവിടുത്തെ HR മാനേജറാ. സാറിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറയാം എന്നവൾ പറയുമ്പോഴാണ് ക്യാഷ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ സാർ എന്ന് അനീറ്റയും പറയുന്നു. സംശയത്തോടെ എന്തു പറ്റി എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അറിയില്ല സാർ എന്നവരും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഒന്നുകൂടെ നോക്കാവോ എന്നവൻ ചോദിക്കേ. നോക്കാം സാർ എന്ന് പറഞ്ഞ് അനീറ്റ വീണ്ടും ആ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. വീണ്ടും അവർ പറ്റുന്നില്ലെന്ന് പറയേ. എന്താ കുഴപ്പമെന്ന് വിനീത് ചോദിക്കുന്നു. കാർഡിൽ പണമില്ലെന്നാ സാർ കാണിക്കുന്നത് എന്ന് അനീറ്റ പറയേ. പണമില്ലെന്നോ? അതെങ്ങനെ ശരിയാവും, നിങ്ങളുടെ മെഷീൻ കേടായിരിക്കും എന്ന് വിനീത് പറയുന്നു. മെഷീന് പ്രശ്നമൊന്നും ഇല്ല സാർ എന്ന് അനീറ്റ പറയേ. പ്രശ്നമില്ലെന്നോ? 50 ലക്ഷം രൂപയുണ്ട് അതിനകത്ത്. 50 ലക്ഷം എന്നിട്ടാണോ ഒരു 10,000 രൂപയുടെ പേരിൽ എന്ന് വിനീത് ജിനിയോടായി പറയേ. സോറി സാർ, ചിലപ്പോൾ മെഷീന്റെ കംപ്ലൈന്റ് ആയിരിക്കും സാർ. അതിപ്പോ ക്യാഷ് ആയിട്ട് തന്നാലും മതിയെന്ന് അവൾ പറയുക. അത് ക്യാഷ് ആയിട്ട് എന്ന് വിനീത് സംശയത്തോടെ പറഞ്ഞു നിൽക്കേ. ഇവിടെ തൊട്ടടുത്ത് ATM ഉണ്ട് എന്നവൾ പറയേ. എങ്കിൽ ഞാൻ പോയി പണം എടുത്തോണ്ട് വരാം, അപ്പൊ അറിയാലോ ക്യാഷ് ഉണ്ടോ ഇല്ലേന്ന്. ആ കാർഡ് ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞ അനീറ്റയുടെ കയ്യിൽ നിന്ന് ആ കാർഡ് പിടിച്ചു വാങ്ങി. എനിക്കൊന്നും അറിയില്ലെന്ന് കരുതി പറ്റിക്കാൻ നടക്കുന്നു, അതെങ്ങനെ ശരിയാവും എന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയാ. അപ്പോഴേക്കും നിളയെയും കൂട്ടരെയും നഴ്സ് റൂമിലേക്ക് എത്തിച്ചിരുന്നു. നഴ്സ് നിളയെ ബെഡിലേക്ക് കിടത്തി. മാഡം, സർജറിക്ക് മുമ്പേ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഇനി വരുമ്പോൾ പറയാം, ഇപ്പൊ മോള് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ നഴ്സ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ആ റൂം ആകെ ഒന്ന് നോക്കി. ഇത് ആശുപത്രിയാണോ അതോ ഹോട്ടൽ റൂമാണോ എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. ഡീലക്സ് റൂമാ അമ്മേ എന്ന് കാവേരി പറയേ. എന്ന് വെച്ചാ എന്നമ്മയും ഹോട്ടൽ റൂം പോലെ തന്നെ നമ്മൾ കൂടുതൽ പണം കൊടുത്തെടുക്കുന്ന റൂം എന്ന് കാവേരി പറയേ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി, നമ്മൾ ഓപ്പറേഷന് വേണ്ടി വന്നതല്ലേ, അതും കഴിഞ്ഞങ്ങ് പോയാ പോരെന്ന് അമ്മ ചോദിക്കുക. പോരാമ്മേ, ആശുപത്രിയിൽ കിടക്കുന്നതിന്റെ മടുപ്പും ചവർപ്പും ഒന്നും നിളയ്ക്കുണ്ടാവരുത്. അതിനുവേണ്ടി അവിടെ ATM-ൽ ഇറങ്ങുന്ന വിനീതിനെ ക്യൂ നിൽക്കുന്നവർ ചീത്ത വിളിക്കുക. ഇത് എത്ര നേരമായിടോ, ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുന്നവൾക്ക് സോറി എന്ന് വിനീത് പറയുന്നുണ്ട്. ഓരോന്നും പട്ടിക്കാട്ടിന്ന് കുറ്റിയും പറിച്ചിറങ്ങി വന്നോളൂ. സോറി പോലും എന്ന് പറഞ്ഞ അയാളും ATM-നകത്തേക്ക് കയറുകയാ. പുറത്തിറങ്ങിയ വിനീതും ആകെ പരിഭ്രമത്തോടെ അക്കൗണ്ടിൽ പണമില്ലെന്നാണല്ലോ കാണിക്കുന്നത്, എന്തു പറ്റിയെന്ന് പറഞ്ഞു നിൽപ്പാ. റൂമിലിരിക്കുന്ന ശാരദയും പറയുന്നുണ്ട്. റൂമിൽ ഒരു ദിവസത്തെ വാടക 5,000 രൂപ.
ഞാൻ വിചാരിച്ചത് 100-500 രൂപയേ ഉണ്ടാവൂന്നാ. അത് കേട്ട് കാവേരിയും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെയാ അമ്മേ. അത് കേട്ട് ശാരദയും, 10 ദിവസത്തെ റൂമിന് മാത്രം 50,000 രൂപയോ എന്ന് ചോദിക്കേ, ആരുടെ കയ്യിലമ്മ ഇപ്പൊ പൈസ ഇല്ലാത്തത്? ആൾക്കാർക്ക് പണമൊന്നും ഒരു പ്രശ്നമല്ല, നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെന്നേ ഉള്ളൂ, പിന്നെ കുറച്ച് സമാധാനമുള്ള ചുറ്റുപാടും വേണം എന്ന് ഗംഗയും പറയുന്നുണ്ട്. എടി, നമ്മുടെ കയ്യിൽ അതിനെ ചുമ്മാ കളയാൻ കാശുണ്ടോ മോളെ എന്ന് അമ്മയും ചോദിക്കുക. ചുമ്മാ കളയുന്നതല്ലല്ലോ അമ്മേ, പിന്നെ എങ്ങനെ നോക്കിയാലും നിളയുടെ ഓപ്പറേഷന് 10 ലക്ഷം രൂപയാവുമെന്നല്ലേ പറഞ്ഞത്, പിന്നെയും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ 40 ലക്ഷം എന്ന് ഗംഗ ആശ്വാസത്തോടെ പറയുമ്പോഴും പണം കിട്ടാത്ത ടെൻഷനിൽ നിൽപ്പായിരുന്നു വിനീതും. ATM കയറിയ ആൾ ഇറങ്ങുമ്പോഴേക്കും വിനീത് ഓടിച്ചെന്ന്, കാശ് കിട്ടിയോ എന്ന് അയാളോടായി ചോദിക്കുന്നു. കിട്ടിയല്ലോ എന്നയാൾ പറയേ, മെഷീന് കുഴപ്പമൊന്നും ഇല്ലേ എന്ന് വിനീതും. എന്തു കുഴപ്പം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. വിനീത് വീണ്ടും ATMലേക്ക് കയറാൻ തുടങ്ങി. പുറകിൽ നിൽക്കായിരുന്ന പെൺകുട്ടിയും, ഇയാളിത് എങ്ങോട്ടാ തള്ളിക്കയറി പോകുന്നേ, ഞങ്ങളിവിടെ കാഴ്ച കാണാൻ നിൽക്കുക എന്ന് വഴക്കു പറയേ. ഒരു ഹോസ്പിറ്റൽ കേസാ, ഒരു കുഞ്ഞിന്റെ കാര്യമാ, ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന് വിനീത് അപേക്ഷിക്കേ. ആ ശരി എന്നാ പോയിക്കോ എന്നാ പെൺകുട്ടി സമ്മതിക്കുക. അവൻ വീണ്ടും ATMനകത്ത് കയറി ക്യാഷ് എടുക്കാൻ നോക്കുകയാണ്. അവിടെ ശാരദയും പറയുന്നുണ്ട്, കാശ് ഇനിയിപ്പോ കുറച്ചധികമായാലും കുഴപ്പമില്ല, ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അത് കേട്ട് നിള ബെഡിൽ എണീറ്റിരുന്ന്, കുഴപ്പോ? എന്തു കുഴപ്പം? ഒരു പനി വരുന്ന പോലെയുള്ളൂ എന്നല്ലേ ഗംഗേച്ചി പറഞ്ഞത് എന്നവൾ സംശയത്തോടെ ചോദിക്കേ. അത്രേ ഉള്ളൂ മോളെ, ഈ അമ്മയുടെ കാര്യം അറിയാലോ, നമുക്കൊക്കെ ഒരു കുഞ്ഞസുഖം വന്നാലും അമ്മയ്ക്ക് പേടിയാ എന്ന് പറഞ്ഞ് ഗംഗ അവളെ ആശ്വസിപ്പിക്കുകയാണ്. മോള് കിടക്കെന്ന് പറഞ്ഞ് കാവേരി അവളെ ബെഡിലേക്ക് കിടത്തുകയാ. അപ്പോഴാണ് അവൾക്ക് വിനീതിന്റെ കോൾ വരുന്നത്. കാവേരി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും വിനീത് പരിഭ്രമത്തോടെ പറയുന്നുണ്ട്, ആ കാവേരി, ഞാൻ ATMൽ പണം എടുക്കാൻ വന്നതാ, ഞാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുവാ, അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെന്നാ കാണിക്കുന്നത് എന്നവൻ പറയുന്നതൾക്കേ കാവേരിയും ഒരൽപ്പം മാറി നിന്ന്, എന്താ വിനീതേട്ടി പറയുന്നത്, ഒന്നുകൂടി നോക്കിയെന്ന് പറയുകയാണ്. ഇല്ല കാവേരി, ഞാൻ പലവട്ടം നോക്കി, അക്കൗണ്ടിൽ കാശില്ല, കാവേരി ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ എന്നവൻ ടെൻഷനോടെ ചോദിക്കേ. ഞാൻ അങ്ങോട്ട് വരാം വിനീതേട്ടാ എന്ന് പറഞ്ഞ് കോൾ വെച്ച്, അമ്മേ ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാവേ എന്ന് ശാരദയോടെ പറയേ. എങ്ങോട്ടാടി എന്ന് അമ്മയും ചോദിക്കുന്നു. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കാവേരിയോട് നിന്ന് ഇറങ്ങി പോവുകയാണ്. ഹോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഹോസ്പിറ്റലിൽ വന്നാലും വെറുതെ ഇരിക്കില്ല, എന്ത് സ്വഭാവ ഇത് എന്ന് ശാരദയും പിറുവിറുക്കുന്നുണ്ട്. ക്യാഷില്ലെന്നറിഞ്ഞ് ATMന്റെ വരാന്തയിൽ തളർന്നിരിപ്പ വിനീതും. അപ്പോഴാണ് കാവേരി അങ്ങോട്ട് വന്ന്, എന്താ വിനീതേട്ടാ എന്ന് ചോദിക്കുന്നത്. ടെൻഷനോടെ എഴുന്നേറ്റുകൊണ്ട്, പണം എടുക്കാൻ പറ്റുന്നില്ല കാവേരി എന്ന് വിനീതും പറയുകയും. മെഷീനിൽ പണമില്ലാത്തത് കൊണ്ടാണോ എന്നവൾ ചോദിക്കേ. അല്ല കാവേരി, ഞാൻ കുറെ തവണ നോക്കിയെന്ന് പറഞ്ഞ് അവൻ ആ സ്ലിപ്പ് കാവേരിയെ കാണിക്കുകയാണ്. അവൾ അത് വാങ്ങി നോക്കി. ബാലൻസ് 568 രൂപയോ എന്ന് ചോദിക്കേ. അത് ചെക്ക് മാറുന്നതിന് മുമ്പ് എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ക്യാഷ് കാവേരി എന്ന് വിനീത് പറയുന്നുണ്ട്. ചെക്ക് മാറിയ പണം ഇനി അക്കൗണ്ടിൽ വന്നില്ലേ എന്ന് വിനീത് ചോദിക്കേ. അതെങ്ങനെയാ വിനീതേട്ടാ, പണം ക്രെഡിറ്റ് ആയത് നമ്മൾ കണ്ടതല്ലേ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. പണം അക്കൗണ്ടിൽ വരാതെ മെസ്സേജ് വരുമോ കാവേരി എന്ന് വിനീത് ചോദിക്കേ. ഇല്ല വിനീതേട്ടാ, ഇതിലെന്തോ കുഴപ്പം നടന്നിട്ടുണ്ടെന്ന് കാവേരിയും പറയുന്നുണ്ട്. ചെക്ക് തന്നിട്ട് ജയപാലൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടാവോ എന്ന് വിനീത് ചോദിക്കേ. നമുക്കൊന്ന് ബാങ്കിൽ വിളിച്ചു നോക്കാമെന്ന് കാവേരി പറയുന്നുണ്ട്. അതിന് ബാങ്കിലെ നമ്പർ ഉണ്ടോ കയ്യിൽ എന്ന് വിനീത് ചോദിക്കേ. നെറ്റിൽ ഉണ്ടാവില്ല വിനീതേട്ടാ എന്ന് കാവേരിയും. എന്റെ തലയിൽ ഇതൊന്നും നിൽക്കുന്നില്ല കാവേരി എന്ന് വിനീതും പറയുന്നു. ആ സ്ലിപ്പെല്ലാം അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അവൾ നെറ്റിൽ നിന്ന് ബാങ്കിലെ നമ്പർ എടുത്ത് അതിലേക്ക് വിളിക്കുക. ബാങ്കിലെ സ്റ്റാഫ് കോൾ എടുക്കുമ്പോഴേക്കും കാവേരി പറയുന്നുണ്ട്, സാർ അവിടുത്തെ ഒരു കസ്റ്റമറാ, അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയായിരുന്നു എന്ന്. പറഞ്ഞോളൂ എന്ന് അയാൾ പറയേ. കാവേരി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അയാളും അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും, ആണോ സാർ എന്ന് ചോദിച്ച് കോൾ വെച്ച് സങ്കടത്തോടെ വിനീതിനെ നോക്കി നിൽക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാവേരി വിനീതിനെയും കൂട്ടി ബാങ്കിലെത്തുന്നതും ആ പണം നഷ്ടമായെന്നറിയുന്നതും അതറിഞ്ഞ് കാവേരിയും വിനീതും തകർന്നു പോകുന്നതും പണം നഷ്ടമായ വിവരം മറ്റുള്ളവരെ അറിയിക്കാതെ കാവേരിയുടെ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും നടത്താൻ കാവേരി തീരുമാനമെടുക്കുന്നതുമെല്ലാമാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.